കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. പുലർച്ചെ തന്നെ പുറത്തുനിന്നൊരു പാട്ട് കേട്ടാണ് ഉണർത്തത്. എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് ഞാൻ ഉറക്കൊക്കെ ഉണർന്നൊന്ന് വന്ന്. അപ്പോഴാണ് വിഷു ആണല്ലോ ഓർമ്മ വന്നത്. അപ്പോൾ പുറത്തേക്ക് പോയി നോക്കുമ്പോണ്ട് ദേ കണ്ണനെയൊക്കെ കൊണ്ട് കണി കാണാൻ വന്നേക്കുന്ന അമ്പലത്തിൽ നിന്ന്. വിഷു ഒക്കെ ആയിട്ട് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു. അനിയത്തിമാരും ഉണ്ട് കൂട്ടിന്. അപ്പം അടുത്തുള്ള അമ്പലത്തിൽ തന്നെ പോകാന്ന് വെച്ചു. നമ്മുടെ ചമലിലെ കാരപ്പറ്റ ക്ഷേത്രത്തിലാണ് പോയത്. എൻ്റെ ഒരുക്കെല്ലാം കഴിഞ്ഞ് ഞാൻ തറവാട്ട് പോയി. അപ്പോഴാണ് അനിയത്തിമാർ ഒരുങ്ങിയിട്ടില്ല. ഒരാളെ സാരി ഉടുപ്പിക്കണം, ഒരാൾ പിന്നെ ചുരിദാറായിരുന്നു. നോളും കുളി കഴിഞ്ഞ് മുടി കെട്ടാൻ നിൽക്കുന്നേ ഉള്ളൂ. ഒരാളിതാ ഒരുങ്ങി എത്തിയിട്ടുണ്ട്. ആള് കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് കയറുമ്പോൾ ആരും കൂടെ ഇങ്ങനെ നടന്ന് കഥയെല്ലാം പറഞ്ഞു പോകുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നോക്കുമ്പം അവിടെ മൊത്തം ആൾക്കാരായിരുന്നു. ഫോട്ടോ എടുക്കുന്നവരും അല്ലാത്തവരും പ്രാർത്ഥിക്കാവുന്നവരും എല്ലാവരുമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അകത്ത് കയറി തൊഴിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. തൊഴിലെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിലല്ലേ ഒരു ത്രില്ല്. എല്ലാവരും വരുന്നതന്നെ ഫോട്ടോസ് എടുക്കാനാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അനിയത്തി ഏതോ ഫ്രണ്ടിനെ കണ്ടപ്പോൾ കഥ പറയാൻ പോയി. അമ്മ ആണെങ്കിലോ സാരി എടുത്ത് വന്നതോ ഫോട്ടോ എടുക്കാനാണ്. അങ്ങനെ അവളുടെ കുറേ ഫോട്ടോസ് എടുത്ത് 10-20 അല്ല, ഒരു 100-200 ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. ഉത്സവമായ സമയത്ത് അമ്പലത്തിൻ്റെ ലുക്ക് മൊത്തം മാറി അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. കുരു വന്നുകൊണ്ട് മാത്രമാണ് അവൾ ഫോട്ടോ എടുക്കാൻ കൂടാത്തത് കേട്ടോ. ഇനി അധികം തിരിഞ്ഞു കളിച്ചാൽ ശരിയാവില്ല. വിഷു ആയിട്ട് വീട്ടിൽ പോയിട്ട് ഓരോ പരിപാടികളുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. നിങ്ങളൊക്കെ ഞാൻ എന്തിനു കൊണ്ടെടുക്കുക? അവരുടെ വീട് വരുത്തരായില്ല. ഞാനാ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തന്നാണ് അവള്. ഏകദേശം അതാ വീടെത്താറായി. വീട്ടിൽ ചെന്നപ്പോൾ അതാ നല്ല ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ ഈ അമ്പലത്തിലേക്കല്ല വന്നത്, വേറെ അമ്പലത്തിലേക്കാണ്. അപ്പം അച്ഛന് വേഗം പോയി തൊഴുതു വന്നു. അങ്ങനെ അച്ഛനും ഞാനും കൂടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. ഇതെല്ലാം മിഷൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കൂട്ടി ഞാനൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞാൻ തറവാട്ടിലേക്ക് ഇറങ്ങി. അപ്പം അനിയത്തിമാരെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. വീട്ടിലെത്തിയപ്പം അമ്മയുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം പരിപ്പാണ്, ഇപ്രാവശ്യം സേമിയാണ്. അങ്ങനെ കുറച്ച് പായസം കുടിച്ചു. പിന്നെ അവിയലും റെഡിയായി. അങ്ങനെ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനുള്ള സമയമായി. ഞാൻ നോക്കുമ്പോൾ ആ മക്കളും അച്ഛനും എല്ലാവരും ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ മക്കൾ എഴുന്നേറ്റപ്പം ഞാനും അമ്മയും ഇരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മക്കളെല്ലാവരും എണീറ്റപ്പം ഇവ മാത്രം ബാക്കി. അപ്പം അച്ഛൻ അവനോട് വിശേഷം ചോദിക്കുന്നതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീലൂട്ടൻ വീട്ടിലെത്തിയിരുന്നു. പിന്നെ നീലൂട്ടൻ്റെ പുറകെയായി പെണ്ണാണ്. നിന്റെ കൂടെ പോരുന്നോ കറങ്ങാൻ? നമുക്ക് പുറത്തു പോവാം. ഈ 6-60 ഒരുപോലെയാ പറയുന്നത്. എത്ര റെഡിയാ കണ്ടില്ലേ? അച്ഛൻ പിള്ളേരുമായിട്ടായിരുന്നു കളി മൊത്തം. എല്ലാരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ സൈഡായി. അപ്പൊ ഞാനും നീലൂട്ടനും പുറത്തു പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങി. കടയിലെത്തിയ പാടേതാ നീലൂട്ടൻ കിൻഡർ ജോയിന്റെ മേലേക്കാണ് പോയത്. അങ്ങനെ ചായ കുടിക്കാൻ കയറി ഞങ്ങൾ ആദ്യം കിൻഡർ ജോയ് വാങ്ങി കഴിച്ചു. പിന്നെ ഓരോ ലൈമും പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ട്ലേറ്റും കഴിച്ച് പോരാ നേരത്തെ ഒരു മിഠായും കൂടെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഞങ്ങൾ അവിടെ പോന്നു. പിന്നെ അച്ഛമ്മങ്ങളെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ നീച്ചൂട്ടി ഉണ്ടായിരുന്നു. എന്നെ കണ്ട് കുറേ നേരം ഇങ്ങനെ മുഖത്തേക്കൊക്കെ നോക്കി. നീലൂട്ടനെ എടുക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ഇങ്ങനെ ക്ഷണിക്കുക. ചെല്ല എന്നെ എടുത്തോട്ടെ.
നീലൂട്ടനെ കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ അവിടെ ഇരിക്കപ്പുറത്തില്ല. അങ്ങനെ ഞങ്ങൾ പോന്നു. കിട്ടിയവർ മാറിക്ക തെങ്ങിലോട്ട് കണ്ടോ. ഒരു പേടിയില്ല. പടക്കം പൊട്ടിക്കുന്നതിനെ മൂട്ടി പോയി നിൽക്കും. അങ്ങനെ ഈ വിഷു മക്കളെല്ലാം ചേർന്ന് കളറായി.